ഇത്തിരി കണ്ടമിനി മുതൽ ഇംഗ്ലീഷ് കൺട്രിയാകാൻ പോകുന്നു. അടുത്ത സ്കൂൾ തുറപ്പ് മുതൽ പാപ്പിച്ചായൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നു. ഇതിനെ പിന്താങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുന്നത് കേൾക്കൂ. Therefore, if an effective war is to be produced, the dramatist must devise a new way. പാഠം ചൊല്ലി പഠിച്ചും തട്ടി പഠിച്ചും നാളെയൊരാളാകും കേട്ടോ ഞാനും ഒരാളാകും. അതെ, നമ്മൾ ആരെങ്കിലുമായി തീരാൻ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിച്ചാലേ നമ്മൾ ഇന്ത്യയെ അറിയൂ. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ത്യയെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് കേൾക്കൂ. അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഇവരുടെ രണ്ടുപേരുടെയും അഭ്യർത്ഥനയെ മാനിച്ച് നമ്മുടെ ഗ്രാമത്തിന്റെ രോമാഞ്ചം, നമ്മുടെ എല്ലാമായ പാപ്പിച്ചായന്റെ ഒറ്റയ്ക്കുള്ള ആദ്യത്തെ സംരംഭം സെന്റ് പാപ്പീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സെന്റ് പാപ്പീസാ? വെറും പാപ്പി എന്ന് പറഞ്ഞ മോശമല്ലേ? ഇപ്പൊ ഒരു അഡ്രസ് ഇല്ലാത്ത സ്ഥിതിക്ക് വെയിറ്റ് ആയിക്കോട്ടെ. അതെ, മലയാളം സ്പീക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നമ്മുടെ പാപ്പിച്ചായൻ ഒരു സ്കൂള് തുടങ്ങിയാൽ 100 സ്കൂള് തുടങ്ങിയ മാതിരി പാപ്പി വഴി തലി വഴി. പെരുവഴിയ പിന്നല്ലാതെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞ വലിയ നൂലാമാല മത്തായിച്ച ചെല്ലുമ്പോഴേക്കും പെർമിഷൻ എടുത്ത് വെച്ചേക്കല്ലേ. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ നടത്താം. നേരത്തെ അനുവാദമൊക്കെ വാങ്ങിയിട്ടുള്ളതാ. അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അവന്റെ പേരില്ല. അതാ അവന്റെ അഹങ്കാരം. വല്ലാത്ത ചെയ്തായി പോയി. ഇനി ഇത് പൊളിക്കാൻ എന്താ പരിപാടി? സ്കൂളിന്റെ പണി തുടങ്ങട്ടെ, എന്നിട്ട് പൊളിച്ചാ പോരെ? അത് കേട്ടാ മതി, അത് കേട്ടാ മതി. അങ്ങനെ അടിച്ചടിച്ച് നിക്കണം. ഈ അപ്പനും മകനും കൂടെ അടി കൂടുന്നത് കാണാൻ ഇത്തിരി രസമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പോയാ കളി കാര്യാവും. അതെ അതെ, ഏറ്റവും വലിയ പ്രശ്നം ആ മാർക്കറ്റിന്റെ കാര്യത്തിലാ. കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാ ഇവിടുത്തെ 99% ആൾക്കാരും. അപ്പനും മോനും രണ്ടായതോടെ മാർക്കറ്റിന്റെ കാര്യം കഷ്ടത്തിലായി. മാർക്കറ്റ് പിടിക്കാൻ വന്ന മാണിക്കുഞ്ഞിനെ അവര് തല്ലി ഓടിക്കുകയും ചെയ്തു. ആ മാർക്കറ്റ് പൊളിഞ്ഞ ഈ നാട് മുടിഞ്ഞെന്ന് കൂട്ടിയാ മതി. എന്നാലും പാപ്പി ഇനിയും കളിക്കും. കാരണം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അതുപോലെ നാണം കെടുത്തിട്ടുള്ളതാ. പാപ്പിച്ചായ കൂടെ നിന്നപ്പോഴാ അപ്പച്ചനല്ലേ ഉണ്ടാക്കിയെന്നുള്ളത് സത്യം. പക്ഷെ പാപ്പിച്ചായ ഉണ്ടാക്കിയത് അപ്പച്ചനാണെന്നുള്ള വേറൊരു സത്യം പരിഗണിക്കുമ്പോ ഒന്ന് അയഞ്ഞു കൊടുത്താൽ എന്നാ? പാപ്പിയുടെ വില എന്താന്ന് അപ്പച്ചൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ തോറ്റെന്ന് അപ്പച്ചൻ പരസ്യമായിട്ട് അങ്ങോട്ട് പറയണം. എന്റെ പട്ടി പറയും, ഞാനാണോ അപ്പൻ, അവനാണോ അപ്പൻ? അപ്പനെ തോൽപ്പിക്കാൻ നടക്കുന്ന ഒരു മോൻ. സ്നേഹമില്ലാത്തവൻ അപ്പനാകുമ്പോ മക്കളെ ചീത്ത പറയും, വേണമെങ്കിൽ 2 പൊട്ടിക്കുകയും ചെയ്യും. മത്തായിച്ചൻ ആരെടുത്തറേ? ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു, അവനെ കൊന്ന് കടലിൽ തള്ളിയനെ. ശശാങ്ക, ഇത് ഇവരുടെ കുടുംബകാര്യമാ. ഇവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവനത് പറയാനുള്ള അധികാരമുണ്ട്. ഒരു ആപത്ത് സമയത്ത് കൂടെ നിന്നോനാ. ശത്രുക്കളോട് പോലും ക്ഷമിക്കാനാണ് മത്തായിച്ച കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാന്നോ സ്വന്തം മകനോട്? കർത്താവിനത് പറയാം. കാരണം കർത്താവ് പെണ്ണും കെട്ടിയിട്ടില്ല, അങ്ങേർക്ക് ഇതുപോലെ തല തെറിച്ച പിള്ളേരും ഇല്ല. കർത്താവ് ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഞാനിവിടെ 2-3 കുരിശ് ചുമന്നോണ്ടിരിക്കുക. വരുന്ന വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളി മൈതാനത്ത് വെച്ച് വമ്പിച്ച സിനിമാ പ്രദർശനം. ഓരോ ദിവസവും ഓരോ സിനിമ. മക്കളെ ദ്രോഹിക്കുന്ന, വാക്കത്തിരിവില്ലാത്ത അപ്പന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 5 ചരിത്ര സിനിമകൾ. മക്കൾ മഹാത്മ്യം, അച്ഛനുറങ്ങാത്ത വീട്, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, മേരെ ബാപ്പ് പഹലെ ആപ്പ്, ഡാഡി കൂൾ അഥവാ തണുത്ത തത്ത. വേണ്ടായിരുന്നു മോളെ. ഈ ഗ്രാമം മുഴുവൻ അസൂയയുടെ കണ്ടിരുന്ന ഒരു അപ്പനും മോനും അത്. അവരുടെ സ്നേഹവും സന്തോഷവും നീ കാരണം ഇല്ലാണ്ടായത്. അമ്മച്ചി, ഞാൻ അന്നേരത്തെ ഒരു മാനസികാവസ്ഥയില് എന്തായാലും വേണ്ടായിരുന്നു. അവിടുത്തെ അമ്മച്ചിയുടെയും മോടെയും ബ്രാക്ക് എന്റെ മോക്ക് കിട്ടല്ലേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. വാൽമ തീ പിടിച്ചിരിക്കുമ്പോഴും പാപ്പിച്ചായന്റെ വൃത്തികെട്ട ശീലം നിർത്തരുത് കേട്ടാ. മിണ്ടാതെ കണി വരുന്നുണ്ടോ? വരുന്നുണ്ട്, തുറന്നോ. എവിടെടാ? മുമ്പിലല്ല, പുറകില്. ഇവിടെ. വന്നു വന്ന് കണിയൊക്കെ ഇപ്പൊ പുറകെ കൂടി ആയോടാ. ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ. കണി കാണലൊരു രോഗമായിട്ട് വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടില്ല മോളെ. അവരെന്താ പറഞ്ഞേ? കുട്ടാപ്പി, പഞ്ചായത്ത് ഓഫീസിലെ ഒരു പരാതി കണ്ടു. പരാതിക്കാരനോട് ഒരു 11 മണിയാകുമ്പോ ഓഫീസിലോട്ട് വരാൻ പറ. കുറുപ്പേട്ട. 11 മണിയാ? 15 വർഷം മുൻപ് ഇപ്പൊ നിരപ്പേൽ ടെക്സ്റ്റൈൽസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പകുതി പഞ്ചായത്ത് വക പുറമ്പോക്കാണെന്നും ആ സ്ഥലം പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടണം എന്നതുമാണ് പരാതി. ഈ പരാതി തന്ന തെണ്ടിക്ക് കുടുംബ പേരോ അപ്പന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ഈ പരാതിയുടെ അടിയിൽ ഒരു അഭ്യുദയകാംക്ഷി പാപ്പിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് തോന്നി പുറമ്പോക്കിനോട് ഇത്രയും താല്പര്യമുള്ളവൻ ഏതെങ്കിലും അഡ്രസ് ഇല്ലാത്തവനാകുമെന്ന്. പ്രസിഡന്റ് പരാതി മുഴുവൻ വായിച്ചല്ലോ. പെട്ടെന്ന് തീരുമാനം എടുക്കണം. എനിക്ക് മാന്യന്മാരായിട്ട് വേറൊരു മീറ്റിംഗ് പുറത്തുള്ളതാ. എന്താ ഇതിന് മറുപടി പറയാനുള്ളത്? പ്രസിഡന്റ്, ആധാരത്തിലുള്ള സ്ഥലത്താണ് കടയിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അളന്നു നോക്കിക്കോളൂ. ഈ സ്ഥലം ഞാൻ കട പൂട്ടി വീട്ടിൽ പോകുമ്പോ കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോകാറില്ല. അളക്കണം പ്രസിഡന്റ്, അളക്കണം. ഈ നിരപ്പേൽ മത്തായും കുടുംബക്കാരും പണ്ട് വളച്ചെടുത്തിട്ടുള്ളതാ. ഈ പെണ്ണിനെ വളയ്ക്കാൻ പറ്റാത്തവനാണ് പുറമ്പോക്ക് വളയ്ക്കണ കാര്യം പറയുന്നത്. ഇത് തിരുവാതിര കളിക്കാനുള്ള സ്ഥലമല്ല, ഇതൊരു പഞ്ചായത്ത് ഓഫീസാ. കുറച്ചുകൂടി ഡീസന്റ് ആവണം. അതങ്ങനെയുള്ളവരോട് പറയൂ. പിന്നെ പ്രസിഡന്റ്, ഈ സ്ഥലത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാം എന്റെ കാൽ കീഴിലാന്ന് ധരിക്കുന്ന, മീശയില്ലാണ്ട് മീശ പിരിച്ചുകൊണ്ടിരിക്കുന്ന നേരപ്പേൽ മത്തായി എന്തൊക്കെ വളച്ചെടുത്തിട്ടുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ പൂഴ്ത്തിവെച്ചുണ്ടെന്നും ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. വിടില്ല ഞാൻ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത എന്റെ പരാതി ഇൻകം ടാക്സിനോടാ. ഇപ്പൊ തന്നെ പോവാ ഞാൻ ഡൽഹിക്ക്. കുട്ടപ്പി, ജീപ്പ് എടുക്കടാ. ആ ജീപ്പ് കൊണ്ട് ഡൽഹിക്കോ? എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇൻകം ടാക്സുകാരുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെന്ന് സറണ്ടർ ചെയ്യാം. ഇൻകം ടാക്സുകാരെ അല്ല പേടി, അവന് എന്നെ കുറിച്ച് അറിയുന്ന വേറെ രഹസ്യങ്ങൾ വീട്ടിലെ മറിയോട് പറഞ്ഞ എന്റെ ഫാമിലി ലൈഫ്. എന്ത് രഹസ്യം അപ്പച്ച? പോടാ അപ്പച്ചൻ, അവന്റെ അമ്മയുടെ തേങ്ങ. ഈ സ്റ്റേ ഓർഡറിൽ പറയുന്നത് നിരപ്പേൽ മത്തായി നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും പാപ്പിക്ക് തുല്യ അവകാശമുണ്ട്, അതിനുള്ള രേഖകളും കയ്യിലുണ്ടെന്ന. ഇങ്ങനെയുള്ള തർക്കം നിലവിലുള്ളതിനാൽ കോടതിയുടെ അനുവാദം ഉണ്ടാകുന്നവരെ മത്തായച്ചന്റെ എല്ലാവിധ പണമിടപാടുകളും മരവിപ്പിച്ചിരിക്കുക. ഞങ്ങളുടെ ഭാഷയിൽ ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറയും. ചുരുക്കി പറഞ്ഞാൽ ഇനി കോടതിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബാങ്കിൽ നിന്ന് നയാ പൈസ എടുക്കാൻ പറ്റില്ല. അതല്ലേ വക്കീലേ? അതെ. എന്നാ പിന്നെ സാറിന് ഞാൻ ഓഫീസിൽ വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ. ഈ സ്റ്റേ നമ്മൾ ആദ്യം പാപ്പി കഴിക്കേണ്ടതായിരുന്നു. ഒന്നുമില്ലാത്തവന്റെ എന്ത് മരവിപ്പിക്കാനാ? ഉണ്ടേ ജോലിക്കാരുടെ ശമ്പളം, ചിട്ടിയുടെ കാശ്, അടവ്, തിരിവ് എല്ലാം കുഴപ്പത്തിലായല്ലോ. അന്വേഷണവും കേസും കൂട്ടവും ഒക്കെ കഴിയുന്നത് വരെ പിടിച്ചു നിൽക്കാൻ എന്താ ചെയ്യാ എന്റെ കർത്താവേ. ശശാങ്ക. അയ്യോ മത്തായിച്ച, ഞാനിപ്പോ ആകട്ടായിട്ടില്ല. എടോ, എന്റെ വാച്ച് കേടായതുകൊണ്ട് സമയം ചോദിക്കാൻ വിളിച്ചതാ. 12 എന്ത് വേഗം ഇപ്പൊ സമയം പോകുന്നല്ലേ? അല്ല മറിയേ, നിന്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ കനാലിന്റെ തൊട്ടപ്പുറത്ത് 5 ഏക്കർ പറമ്പ്. അയ്യോ, 5 ഏക്കറോ? ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ചേ. അല്ല, ഈ വീട് ആരുടെ പേരില? എന്തിനാ? മത്തായിച്ചന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കയ്യിലുള്ളതെല്ലാം വിറ്റ് പേർക്ക് പാപ്പിക്ക് പണി കൊടുത്തേനെ. അല്ല, ഒരു പാഠം പഠിപ്പിക്കാനാ. മറിയേ, തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ആ 5 ഏക്കർ നമുക്ക് കൊടുക്കാം. അതാ ബുദ്ധി. അല്ലാതെ മണ്ണ് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? വാങ്ങാൻ ഞാനാളെ കൊണ്ടുവരാം. ഏതായാലും അമ്മച്ചോട് അന്വേഷണം പറയാൻ മറക്കണം. ആയിക്കോട്ടെ. പെട്ടെന്നൊരു മഴ പെയ്തപ്പോ കേറി നിന്നതാണോ കുമ്പസരിക്കാൻ വന്നതാണോ? അല്ല, പതിവില്ലാത്തവരൊക്കെ പള്ളി കണ്ടപ്പോ ചോദിച്ചതാ. വാ, ഞാൻ ജീപ്പ് വരെ കൊണ്ടാക്കി തരാം. കുഴപ്പമില്ല, മാറും. വാ. കാര്യങ്ങൾ ഇങ്ങനെ ആയതില് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തിനാ എന്റെ കല്യാണം മുടക്കിയത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഞാൻ ആരുടെയും കല്യാണം മുടക്കിയിട്ടില്ല. പിന്നെ വീട്ടിലൊന്നും ബഹളം ഉണ്ടാക്കിയെന്ന് കേട്ടപ്പോ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. പരിസരം നോക്കിയില്ല. അപ്പോ പിന്നെ ആരാ വീട്ടിൽ പോയി തല്ലുണ്ടാക്കിയത്? അവനായിരിക്കും, ശശാങ്കൻ. ഞാനും അപ്പച്ചനും തമ്മിൽ തെറ്റിയ നേട്ടമുള്ളത് അവനല്ലേ. എന്നാ പിന്നെ അത് അപ്പച്ചനോട് പറയായിരുന്നില്ലേ? പ്രശ്നങ്ങൾ തീരില്ലേ? എന്തിന്? ഇത്രയും നാൾ ഒരുമിച്ച് കൂട്ടുകാരെ പോലെ നടന്നിട്ടും എന്നെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആളെ ഞാനും എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ?
വീഴാൻ പോയതാ. വേഗം വണ്ടി കയറാം, ഞാൻ വീട്ടിൽ കൊണ്ടേക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കേറാൻ